ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെയുള്ള ഒരു കുട്ടി ആയിരിക്കുമോ എന്നുള്ളൊരു വീട്ടിൽ അത് വലിയൊരു വിഷയമായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ കുട്ടികളൊക്കെ കാണുമ്പോൾ കുട്ടികൾ കരയുമായിരുന്നു. ഒറ്റയ്ക്ക് പോകാനേ തോന്നത്തില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് കൂട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു. ഇത്രയധികം ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് നടക്കരുത്. ലിപ്സ്റ്റിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. മലയാളം ടീച്ചറാണ്. അവരിപ്പം മരിച്ചുപോയി. ഇവരെന്നോട് ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കത്തില്ല. പ്രോഗ്രസ് ഒപ്പിടാൻ അമ്മ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞ് വയ്യാത്തതായതുകൊണ്ട് പഠിക്കത്തില്ലായിരിക്കും, ബുദ്ധിയില്ലായിരിക്കും, അതെവിടെങ്കിലും ഇരുന്ന് പൊക്കോട്ടെ എന്നേ കരുതിയുള്ളൂ. നമ്മളെ അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. ചോര വരുമായിരുന്നു നമ്മുടെ ജോയിന്റുകളിൽ നിന്ന്, പിന്നെ പഴുക്കുമായിരുന്നു. ഇതാണ് ശാലിനി ചേച്ചി. ശാലിനി ചേച്ചി, വെൽക്കം ടു മൂവി വേൾഡ്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? സുഖമായിരിക്കുന്നു. നമ്മൾ ശിവേട്ടന്റെ വീഡിയോ ഇട്ടപ്പോഴേക്കും എല്ലാവരും എന്നെ പേഴ്സണലി അറിയാവുന്ന ആളുകളൊക്കെ ചോദിച്ചതായിരുന്നു. ചേച്ചിയുടെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ശാലിനി ചേച്ചി എന്തേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ശാലിനി ചേച്ചിന്റെ തപ്പി പിടിച്ച് ശാലിനി ചേച്ചിയുടെ അടുത്തേക്ക് വന്നത്. എങ്ങനെ പോകുന്നു ലൈഫൊക്കെ പറയൂ. സുഖമായിരിക്കുന്നു. ഇവിടെ ഞാൻ ആലപ്പുഴയിലാണ് എൻ്റെ വീട്ടില്. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ഇവിടെയാണ്. ഇപ്പൊ ഇവിടെയാണ് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ജോലിയായിട്ടില്ല, ഇങ്ങനെ തുണിയുടെ ഒരു ഓൺലൈൻ ബിസിനസ്സും ഒക്കെ ഉണ്ട്. എങ്ങനെയാ പോകുന്നത്? അതൊക്കെ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈനും ഉണ്ട്, നമ്മുടെ നാട്ടിലല്ലാതെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ അല്ലാണ്ടൊരു ജോലി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എവിടെങ്കിലും ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സമീപിക്കുമ്പോ അവരുടെ സേഫ് ഗേഡ് ആക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടല്ലേ. അത് ഈ ഒരു വയ്യാഴിയുടെ പേരില് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ നമുക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുട്ടിക്കാലത്തൊക്കെയാണ് അത് ഒരുപാട് ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ അതിനായിട്ട് യൂസ്ഡ് ആയി പോയത് കൊണ്ട് കുറച്ച് നമുക്ക് മനക്കെട്ടി വന്നിട്ടുണ്ടാവും. ഒരുപാട് കുഞ്ഞിലെയൊക്കെ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്ത് വന്നിരുന്നതൊക്കെ? അങ്ങനെ പുറത്തങ്ങനെ അധികം പോകാറില്ലായിരുന്നു. ചൂട്, ഒന്നാമത്തെ കാര്യം അതാണ് പ്രശ്നം. നമുക്ക് ചൂട് താങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് തവണ കുഞ്ഞായിരുന്നപ്പോൾ ഒരുപാട് തവണ മേലൊക്കെ കഴുകുമായിരുന്നു. പിന്നെ ടെമ്പറേച്ചർ കൂടിയാലുണ്ട് ഞാൻ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. അതുകൊണ്ട് അങ്ങനെ പുറത്ത് അധികം യാത്രയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പഠിക്കാനായിട്ട് വിട്ടത് തന്നെ ഒറ്റയടിക്ക് 5ാം ക്ലാസ്സിലോട്ട് അമ്മ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചിട്ട് ഒന്നിച്ച് ഞാൻ അവിടെ കുമാരനാശൻ UP സ്കൂളുണ്ട്, അവിടെയാണ് പഠിച്ചത്. 5ാം ക്ലാസ്സിൽ ഒന്നിച്ച് അങ്ങനെ കയറുമായിരുന്നു അവിടോട്ട്. 1ലും 2ലും ഒന്നും പഠിക്കാതെ അങ്ങനെയാണ്. എന്തുകൊണ്ടായിരുന്നു ക്ലാസ്സിൽ അങ്ങനെ പോവാൻ പറ്റാത്ത അത് ആ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് വിടിഞ്ഞു കയറുക, ബുദ്ധിമുട്ടുകൾ, ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ക്ലാസ്സിൽ രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മേല് കഴുകണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഛർദ്ദിക്കും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നതുകൊണ്ട് അന്ന് പോയില്ല. ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ്സിന് പോകാൻ തുടങ്ങിയത്. അന്നേരവും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അന്നേരം ഉച്ചയ്ക്ക് അമ്മ വന്ന് കൊണ്ടുവരും, അല്ലെങ്കിൽ പാപ്പൻ്റെ വീട് അടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി ഉച്ചയ്ക്ക് 1 മണിക്ക് വിടത്തില്ല. അപ്പം പോയി മേല് കഴുകി ഫ്രഷായിട്ട് വീണ്ടും വരും. അങ്ങനെയൊക്കെയായിരുന്നു. ഈ കുട്ടികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഇല്ല, അങ്ങനെ വലിയ അത് നമ്മുടെ നാട് തന്നെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനത്തെ ഒരു കുത്തുവാക്കുകളൊക്കെ കുറവായിരുന്നു. പിന്നെ നമ്മുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയാണിത്, പറയാൻ പറ്റാത്ത രീതിയിലുള്ള. നമുക്ക് തന്നെ അറിയില്ലല്ലോ നമുക്ക് അന്ന് എന്താ ബുദ്ധിമുട്ടെന്ന്. ഇപ്പം നമ്മൾ വലിയതായത് കൊണ്ടാണ് നമുക്ക് ഇന്നതുകൊണ്ടാണെന്നൊക്കെ ഉള്ള. പക്ഷെ അന്നെന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയില്ല. എന്നും അങ്ങ് ക്ഷീണം, ഭയങ്കരമായ ബുദ്ധിമുട്ട്. ടെമ്പറേച്ചർ കൂടിയാൽ ഉടൻ തന്നെ ഛർദ്ദിക്കുമായിരുന്നു. ഇപ്പൊ ആളുകൾക്ക് ഇപ്പോഴാണ് കുറച്ചുകൂടി അവയർനെസ് ഇതിനെപ്പറ്റി ഉള്ളത്. അതെ, നമ്മൾ തന്നെ, എനിക്ക് തോന്നുന്നു നമുക്ക് മുന്നേ യൂട്യൂബിലൊക്കെ വന്ന് കുറച്ചൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെ ആ ഒരു സമയത്ത് റീച്ച് ആയപ്പോൾ. ഇപ്പം സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് പേടിയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ സമയത്ത് വീഡിയോയൊക്കെ ഇടുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്കിത് വേണ്ട, കാരണം ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നീട്. പക്ഷെ ഇപ്പം അന്ന് ആ വീഡിയോ ഇത്രയും ഇതായതുകൊണ്ടായിരിക്കും ഇപ്പം എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയുന്നതുകൊണ്ട് അങ്ങനൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരുന്നു. എനിക്ക് തോന്നുന്നു ബന്ധുക്കൾക്കും വീട്ടുകാർക്കും ഒക്കെ ഉള്ളൊരു സംശയമായിരുന്നു കുട്ടികളുടെ കാര്യത്തില്. അല്ലെങ്കിൽ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടി ഈ ഒരു രോഗാവസ്ഥയിൽ തന്നെയുള്ള ഒരു കുട്ടി ആയിരിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. ചേച്ചിനോട് അങ്ങനെ ഡയറക്റ്റ് ആരെങ്കിലും വീട്ടിൽ അത് വലിയൊരു വിഷയമായിരുന്നു. എൻ്റെ വീട്ടിൽ, ശിവേട്ടൻ്റെ വീട്ടിലും അത് തന്നെയായിരുന്നു. എങ്കിലും നമുക്ക് ആർക്കും അറിയില്ലല്ലോ എന്തുകൊണ്ടാണ്. എൻ്റെ അമ്മയാണേലും കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്.
അവിടെ എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നതെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ അതൊരു വലിയ വിഷയം തന്നെയായിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അവർ ഉറപ്പ് പറയുന്നില്ല. ആവില്ല, ഇങ്ങനെ ആവില്ല എന്നും പറയാൻ പറ്റില്ല, ആകുമെന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴും ഇത് എന്തുകൊണ്ടാണ് ഈ രോഗമെന്ന് പറയാൻ പറ്റുന്നില്ല. മെഡിസിൻ്റെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ആണോ അങ്ങനെ ഒന്നും തീർത്തും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്തായിരുന്നു ഈ രോഗത്തിന്റെ പേരോ അങ്ങനെ ലാമിനാർ ഇത്യോസിസ്. ഓക്കെ, ഈ മരുന്നില്ല എന്ന് പറയുന്നുണ്ട്, അത് എത്രത്തോളം ശരിയാണ്? എന്തെങ്കിലും മരുന്നില്ല എന്നല്ല, ഈ മരുന്ന് കഴിച്ചാലും ഇതുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഇല്ല. ഡോക്ടർമാർ പറയുന്നത് നമ്മുടെ ഇത് ബൈ ബർത്ത് അല്ലേ, ജനിച്ചു കഴിഞ്ഞായിരുന്നെങ്കിൽ അതിനെന്തെങ്കിലും സോറിയാസിസ് എന്നൊക്കെ പറയുമ്പോൾ അത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. ഇത് നമ്മളെ ജന്മനാലയാണ്, അതിന് മെഡിസിൻ ഇതുവരെ ഇല്ല. അതിപ്പം നമ്മളിപ്പം മരുന്ന് കഴിച്ചാലും കുറച്ച് കുറയും, അല്ലെങ്കിൽ ചിലപ്പോൾ പൂർണ്ണമായിട്ടും നോർമൽ സ്കിന്നുള്ളവരുടെ പോലെ എന്തായാലും ആവില്ല. മരുന്ന് കഴിച്ച് നല്ലോണം ഒരു വൃത്തിയാകുന്ന രീതിയിലാകും. പക്ഷെ നമ്മൾ മരുന്ന് കഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും പഴയപടിയാകും. പഴയപടിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലോ ആകും. അല്ലെങ്കിൽ ഇത് കഴിക്കുന്ന ഈ മരുന്നിൻ്റെ സ്കിന്നിൻ്റെ മരുന്നിന് തന്നെ ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. പിന്നെ വിലയാണെങ്കിൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്നതല്ല. എന്തൊക്കെ തരം സൈഡ് എഫക്ട്സ് ആണ് ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ? ഈ മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഗ്ലിസറിനും റോസ് വാട്ടറും മാത്രമാണ് സമാസമം എടുത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഫുള്ള് നാടൻ രീതിയിലുള്ള പ്രയോഗങ്ങളേ ഉള്ളൂ. അലവേര അങ്ങനെയൊക്കെ ഉപയോഗിക്കലേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സ്കിന്നിന് മാറ്റങ്ങൾ സംഭവിച്ചു. അതുകൊണ്ടാണ് ഇത്രയും ഇല്ലായിരുന്നു നേരത്തെ. ഇപ്പം ഇത്രയെങ്കിലും മാറ്റങ്ങളുണ്ട്. ബുദ്ധിമുട്ടുകൾ കുറവുണ്ട് നമ്മുടെ ഒരുപാട്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസാ വരാറ്? ഇപ്പം കണ്ണിനുള്ള പ്രശ്നങ്ങള്, കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ. കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മള് മുകളിലത്തെ ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു നേരം വെളുക്കുന്നതിനുള്ളിൽ നമുക്ക് നീറ്റലും ഒക്കെ തോന്നും. കാറ്റടിക്കുമ്പോൾ വെള്ളം അങ്ങ് വറ്റിപ്പോന്ന പോലെ ആയിരിക്കും. അങ്ങനെ വരുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉറങ്ങുമ്പോ കണ്ണടയ്ക്കാൻ പറ്റില്ല. അപ്പൊ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കും. ഉറങ്ങുമ്പോഴും അധികം ചൂടടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ബുദ്ധിമുട്ട്. പിന്നെ ഫാനൊക്കെ ഇടുമ്പോൾ ഫാൻ്റെ കാറ്റടിച്ച ഉടനെ ഡ്രൈ ആയിട്ട് നീറും, നമുക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട്. ഇപ്പൊ അന്നൊരു വീഡിയോ ഇട്ടപ്പോ ഉണ്ടല്ലോ, ഇത്രയധികം ലിപ്സ്റ്റിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതിക്കൊണ്ട് നടക്കരുത്, ഓൾറെഡി കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതാണ്, അപ്പൊ അത് കൂടും എന്നുള്ള രീതിയിൽ ഒരുപാട് കമന്റ്സും കാര്യങ്ങളും വന്നത് ശ്രദ്ധിച്ചായിരുന്നു എന്ന് എനിക്കറിയില്ല. നമ്മൾ പണ്ടിട്ടൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഒരുങ്ങി നടക്കുന്നത് ചേച്ചിയുടെ ഒരു കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അത് ഇന്ന ആളെ കാണിക്കാനാണ്, അല്ലെങ്കിൽ ഇത്രയും പേരെ കാണിക്കണം എന്നുള്ള രീതിയിലല്ല, നമുക്കൊരു സന്തോഷത്തിനാണ് ഒരുങ്ങി നടക്കുന്നത്. അപ്പൊ അതിനെതിരെ ഇങ്ങനെ പറയുന്ന ആളുകളോട് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ അന്ന് ശരിക്കും കല്യാണം കഴിഞ്ഞ സമയത്ത് ശിവേട്ടൻ്റെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുമായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അത് ബാക്കിയുള്ളവർ പറയണ കേട്ട് കഴിഞ്ഞാൽ അവര് ഒരുങ്ങുന്നതിന് കൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സ്കിൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് അല്ല, ഈ ലിപ്സ്റ്റിക്കിന് കെമിക്കൽ ഉണ്ടെന്നുള്ളത് എല്ലാവരും പറയുന്ന കാര്യമല്ലേ. പിന്നെ നമ്മള് അങ്ങനെ അതിനോട് എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. നേരത്തെ ഒരു ജോലി കിട്ടാനായിട്ടൊക്കെ എന്തോരം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ. ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല. ഇപ്പോഴാണെങ്കിലും ചേച്ചി ജോലി അന്വേഷിക്കുന്നുണ്ട്, ഇപ്പോഴും നേരിടുന്നുണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ? ഇപ്പൊ ഇല്ല, എനിക്ക് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി അത് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുവായാലും വെയിൽ വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ ഞാനിപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ അമ്മയ്ക്ക് തീരെ വയ്യ, അപ്പോൾ വീട്ടിലിരുന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇവിടെ പലനയിലൊക്കെ തന്നെ കൊടുത്തു തുടങ്ങിയതാണ്. അപ്പം പിന്നെ അത് ഇങ്ങനെ ദൂരെയുള്ളവരും വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നു, കൊറിയർ അയച്ചിട്ട്. ചേച്ചി പറഞ്ഞിട്ടില്ലേ ചേച്ചിക്ക് അങ്ങനത്തെ ഒരു ഒറ്റപ്പെടലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നുള്ളത്? അതെന്താണെന്നറിയാം, അവിടെ എനിക്ക് അമ്മയുടെ മാമൻ്റെ മക്കളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ നല്ല കൂടെ ചേർത്ത് കൊണ്ടു നടന്നിട്ടുണ്ട് നല്ല രീതിയിൽ. കുഞ്ഞായിരുന്നപ്പോഴും അവരെവിടെ പോകുമ്പോഴും ബിജുപാപ്പൻ ഒക്കെ ഞാനില്ലാതെ ഒരു കാര്യം അവർക്കില്ല. ബന്ധുക്കളാണേലും ശിവയുടെ മുന്നേ ഇതൊക്കെ പോലെ അല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ബന്ധുക്കൾ കല്യാണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരെന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരാൾ പോലും എന്നെ കൊണ്ടുചെല്ലും എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഒത്തിരി ബന്ധുക്കളുടെ ഒരു നല്ല സപ്പോർട്ട് എനിക്കുണ്ട്. ശിവേട്ടനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും ഒരുപാട്
ഒറ്റപ്പെടൽ ഫേസ് ചെയ്യുന്ന ഒരാളാണ്. ചേച്ചിക്ക് അത്ര ഒറ്റപ്പെടൽ കാര്യങ്ങൾ ഫീൽ ചെയ്തിട്ടില്ല ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന്. അല്ലാതെ പുറത്ത് ഒരു 4-5 ആൾക്കാരുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള ഒരു നമ്മളെ കണ്ടിട്ടില്ലാത്ത ദൂരേക്കൊക്കെ ഞാൻ +2 പഠിക്കുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഒരുപാട് ബസ്സിലൊക്കെ കയറുമ്പോഴും ഒക്കെ നമ്മുടെ കൂടെ ഇരിക്കാനൊക്കെ ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. എണീറ്റ് മാറുകയും അല്ലെ നമ്മളിരിക്കുന്ന സീറ്റിൽ അവർ ഇരിക്കത്തൊന്നുമില്ലായിരുന്നു. ഇരിക്കത്തില്ല. നമ്മളിരിക്കുന്ന കണ്ടാ പിന്നെ അവിടെ വരത്തില്ല. ഇപ്പൊ കുട്ടികളൊക്കെ കാണുമ്പോ കുട്ടികൾ കരയുമായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾ കരയുമായിരുന്നു. ഭയങ്കരമായിട്ട് കരയുമായിരുന്നു. അപ്പൊ അവരെ അങ്ങ് കൊണ്ടുപോകുമായിരുന്നു ചില രക്ഷകർത്താക്കൾ. അത് കാണുമ്പോ നമുക്കുണ്ടാവണ ബുദ്ധിമുട്ടെന്ന് നമുക്ക് പിന്നെ യാത്ര ചെയ്യാനേ തോന്നില്ല. ഒറ്റയ്ക്ക് പോകാനേ തോന്നത്തില്ലായിരുന്നു. ആരെങ്കിലും ഒന്ന് കൂട്ട് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമായിരുന്നു. പിന്നീട് എപ്പോഴും അങ്ങ് മാറി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പൊ പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാത്തിനും ഒരു മാറ്റം ആ വീഡിയോയിലൂടെ വന്നു കഴിഞ്ഞിട്ട് നമ്മളിപ്പോ എവിടെ പോയാലും ബസ്സിലൊക്കെ പോയാലും ആരും മാറ്റി നിർത്തുന്നില്ല. എനിക്ക് തോന്നുന്നു അത് പകരില്ല എന്ന് നമ്മൾ പറഞ്ഞത് കൊണ്ടോ പിന്നെ ഇനി വേറെ ആൾക്കാരിൽ നിന്നൊക്കെ ഇതുപോലത്തെ അറിവുകൾ കിട്ടുന്നത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ അങ്ങനെ ഇന്നലെ കൂടി ഞാൻ ബസ്സിലാണ് പോയത്. പക്ഷെ നമ്മുടെ കൂടെ ഇരിക്കാനും ആളുണ്ട്, നമ്മളോട് ഇരിക്കാൻ പറയാനും പറ്റുന്നുണ്ട്. ഇതിനു മുന്നേ കുഞ്ഞായിരുന്നപ്പോഴൊന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു. ആളുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ആൾക്കാർ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ശിവേട്ടന്റെ കാര്യത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആൾക്ക് ഒരുപാട് ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ചേച്ചി എനിക്ക് തോന്നുന്നു ഓൺലൈനായിട്ട് ഒരു ബിസിനസ് തുടങ്ങിയത് കൊണ്ടാണ് കുറച്ചുകൂടി നമുക്ക് പുറത്തേക്ക് ഇറങ്ങേണ്ട വരുന്നില്ല, വെയിൽ കൊള്ളേണ്ടി വരില്ല. പിന്നെ അവര് പേയ്മെന്റ് ചെയ്തിട്ടാണ് നമ്മള് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ ഒരുപാട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നില്ല അതിനകത്ത്. അല്ലാതെ നമ്മൾ വേറെ എന്ത് ജോലിക്ക് പോയാലും ഒരു പക്ഷെ നമ്മളെ എടുക്കണമെന്നില്ല അവര്. മറ്റുള്ളവര് ഒരു സേഫ് കേടായിട്ടാണെങ്കിൽ പോലും അവര് പേഴ്സണാലിറ്റി ലുക്ക് നോക്കില്ലേ. അപ്പൊ അതിലൊക്കെ നമ്മൾ പുറന്തള്ളും. അതിനകത്ത് ഒരുപാട് സൗന്ദര്യം വേണം എന്നുള്ളൊരു തോട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വയ്യാഴിക ഉള്ളത് കൊണ്ട് ശരിക്കും പണ്ട് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ ഒരു ടീച്ചർ, ഒരു മലയാളം ടീച്ചറാണ്, അവരിപ്പം മരിച്ചുപോയി. അപ്പോൾ ഇവരെന്നോട് ഒരിക്കലും ചോദ്യങ്ങൾ ചോദിക്കത്തില്ല ടെസ്റ്റ് പേപ്പർ ഇടുമ്പോഴായാലും റിവിഷൻ നടത്തുമ്പോൾ. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പഠിച്ചുകൊണ്ട് ചെല്ലും, ഈ ടീച്ചർ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കില്ല. അപ്പം ഞാൻ വെച്ച് ഇതെന്താ ഇങ്ങനെ. പിന്നീട് എനിക്ക് ഓണപ്പരീക്ഷയുടെ മാർക്ക് കിട്ടിയപ്പോൾ ആ ടീച്ചർ ഇങ്ങനെ പേപ്പർ തന്നപ്പോൾ ഞാനിങ്ങനെ എണീറ്റ് മേടിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് ഇയാളുടെ തന്നെ ആണോ എന്ന്. അപ്പോൾ അവരുടെ മൈൻഡിൽ വയ്യാത്തൊരു കുട്ടി അവിടെ ഇരുന്ന് പൊക്കോട്ടെ എന്നൊരു ഉദ്ദേശിച്ചിട്ട് അടിക്കത്തും ഇല്ല, ചോദ്യങ്ങൾ ചോദിക്കുകയോ ഒന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് അപ്പോൾ ആ ടീച്ചർ പ്രോഗ്രസ് ഒപ്പിടാൻ അമ്മ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, ഓമന ഞാൻ വിചാരിച്ചു മോള് വയ്യാത്ത കുട്ടിയല്ലേ, അതെവിടെയെങ്കിലും ഇരുന്ന് പൊക്കോട്ടെ എന്നേ കരുതിയുള്ളൂ, ഇത്രയും പഠിക്കുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു, ക്ഷമിക്കെന്നോട്, ഞാൻ അതിനെ ശ്രദ്ധിക്കത്തേ ഇല്ലായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഈ ടീച്ചർ എന്തുകൊണ്ടാണ്. പിന്നീടാണ് അവരമ്മയോട് ഇങ്ങനെ പറഞ്ഞത്, വയ്യാത്തതായതുകൊണ്ട് പഠിക്കത്തില്ലായിരിക്കും, ബുദ്ധിയില്ലായിരിക്കും. നമ്മളെ അങ്ങനെയൊക്കെയാണ് കരുതുന്നത്. ഈ സ്കിന്നിൻ്റെ വയ്യാഴിക ഉണ്ടെങ്കിലും മൊത്തത്തിൽ നമ്മൾ ഒരു ബുദ്ധിക്ക് പോലും അങ്ങനെ വൈകല്യം ഉള്ളതായിട്ട് കണ്ടിട്ട് നമ്മളെ ഒരു ഇതായിട്ട് എടുക്കില്ല ഒന്നിനും. ഇപ്പോൾ ചേച്ചിക്ക് ആ ഒരു സമയത്ത് ആളുകൾ എന്തൊക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുഞ്ഞിലായിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്കറിയില്ലല്ലോ. ഏറ്റവും കൂടുതൽ വലുതായി കഴിയുമ്പോഴല്ലേ നമുക്കതൊക്കെ മനസ്സിലാകത്തുള്ളൂ. കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ ചിരിക്കുമ്പോഴും അവർ ചിരിക്കില്ല, അല്ലെ എന്താണ് കാരണം, അല്ലെങ്കിൽ അവർ നമ്മളെ കാണുമ്പോൾ വല്ലാതെ നോക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം മീനിങ് മനസ്സിലാകാൻ നമുക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാം നമുക്ക് ഇന്നത് കൊണ്ടാണ് ആൾക്കാർ ആ ഒരു മെൻറ്റിൽ. പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്കൊരു 5-6 കൊല്ലം കൊണ്ട് അങ്ങനെ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരാൾ ഇരിക്കും, ഞാനിപ്പോൾ ബസ്സിൽ കയറുമ്പോൾ നമ്മളായിട്ട് മനഃപൂർവ്വം ഒരാളിരിക്കുന്ന സീറ്റിൽ ഇരിക്കാൻ ചെല്ലാറില്ല. പക്ഷെ പണ്ട് നമുക്കറിയില്ലല്ലോ, കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണെന്ന്. അപ്പം നമ്മളിരിക്കുമ്പോൾ അവർ എണീറ്റ് പോകും, നമ്മളപ്പോൾ ഒരുപാട് കരയും. ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളായിട്ട് തന്നെ ഇരിക്കാൻ ചെല്ലാറില്ല. അപ്പോൾ അവർ ഇപ്പം കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ കയറുമ്പോൾ ഇരുന്നോളാൻ പറഞ്ഞവരുടെയൊക്കെ മാത്രമേ നമ്മൾ ഇരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ അവരോട് അയ്യോ എനിക്കിത് ഇന്നതാണ്, അല്ലെ സോറിയാസിസ് അല്ല എന്നൊന്നും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല. കാരണം അവർ നമ്മളുടെ കേൾക്കാൻ നിൽക്കാതെ പോലെയല്ലേ അവർ നമ്മളെ ഇടയ്ക്ക് എണീറ്റ് പോകുന്നത്. അപ്പം ഇപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, എല്ലാം ഇഗ്നോർ ചെയ്ത് വിടാനാണ്. കാരണം അങ്ങനെയൊക്കെ വിഷമിക്കാൻ പോയാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ
ചേച്ചിക്ക് ആ ഒരു സമയത്ത് അതിനെ കുറിച്ച് വലിയ അറിവുണ്ടാവില്ല. ഏറ്റവും കൂടുതൽ അത് താങ്ങേണ്ട വരുന്നതും സ്ട്രഗിൾ ചെയ്യേണ്ട വരുന്നതും അമ്മമാരായിരിക്കും. അമ്മയാണ് ഇത്രയും ഒരു കഷ്ടപ്പെട്ട് വളർത്തിയതൊക്കെ. എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ട വന്നതായിട്ട് ചേച്ചിക്ക് അറിവുണ്ടോ? ഞാൻ കുഞ്ഞിലെ അങ്ങനെ ഞങ്ങളെങ്ങും അങ്ങനെ പോവാറില്ലായിരുന്നു. കുഞ്ഞായിരുന്ന സമയത്ത് ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ വീട്ടിൽ ബന്ധുക്കൾ വന്നെടുത്തോണ്ട് പോകും, അങ്ങനെയൊക്കെയുള്ളൂ. അങ്ങനെ ഒരുപാട് യാത്രകളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ അമ്മ അങ്ങനെ ഒരുപാട് കരയുന്നത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ കാരണമൊന്നും എനിക്കറിയില്ല. കാരണം അന്നൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുന്ന സമയത്തെന്ന് വെച്ചാൽ ഒരു ഡോക്ടർമാർ പോലും ഇത്ര നാൾ ജീവിച്ചിരിക്കുമെന്നോ ഇന്ന രീതി ബുദ്ധി ഉണ്ടാകുമെന്ന് പോലും നമുക്കറിയില്ല. മനസ്സിലായോ? ഫുള്ളൊരു എന്താ ഒരു ജന്മം പോയതായിട്ടായിരുന്നു ആ സമയത്ത് കരുതിയിരുന്നത്. നമ്മളെ കൊണ്ട് ഇപ്പം നമ്മൾ ഇതുപോലെ ആക്റ്റീവായിട്ടിരിക്കുമെന്നൊന്നും രക്ഷകർത്താക്കൾ കരുതിയിട്ടേ ഉണ്ടാവില്ല ആ സമയത്ത്. കാരണം അത്രയും ഇതിൻ്റെ 10 ഇരട്ടി അവസ്ഥയിലായിരുന്നു നമ്മുടെ ജനിച്ച സമയത്ത് എന്നൊക്കെ പറയുന്നത്. വയ്യാഴികകൾ ഇങ്ങനെ വരഞ്ഞ് കീറിയിട്ട് ചോര വരുമായിരുന്നു നമ്മുടെ ജോയിൻറ്റുകളിൽ നിന്നൊക്കെ. ഇങ്ങനെ നമ്മൾ എന്താ പറയുക, എല്ലാം പൊട്ടി, എല്ലാ കൈയുടെ വിരലുകളാണേലും എല്ലാ ഭാഗവും ഇങ്ങനെ പൊട്ടി കീറിയിട്ട് ചോര വരുമായിരുന്നു. പിന്നെ പഴുക്കുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ. ഇതൊക്കെ അമ്മയ്ക്ക് ആദ്യമേ കാണുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു അമ്മേനെയും കൂടെ ഒന്ന് വിളിച്ച് സംസാരിച്ചാൽ കുറച്ചുകൂടി നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. അമ്മേനെ ഒന്ന് വിളിക്കാവോ? വിളിക്കാം. മാനസികവും ശാരീരികവുമായിട്ടുള്ള അവശതകളിലൂടെ ഞാനിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കും. മോളെ കാണുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ച് കരയുമായി. നന്നായിട്ട് വിഷമമുണ്ടായിരുന്നു.